നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ആത്മജ്ഞാനിയായ മഹായോഗിയുടെ ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് അമൃതധാര പ്രവഹിക്കുന്നതിൻ്റെ പ്രതീകമാണ് ശ്രീ ധർമ്മശാസ്താവിന് ചെയ്യുന്ന നെയ്യഭിഷേകം. ദേവാസുരന്മാർ പാലാഴി കടഞ്ഞപ്പോൾ ലഭിച്ച അനശ്വരമായ വസ്തുവാണ് അമൃത്. ആ അമൃതിൻ്റെ സംരക്ഷകനാണ് ശ്രീ ധർമ്മശാസ്താവ്. രൂപമാറ്റം വന്ന പാലിൽ നിന്നാണ് നമ്മൾ അമൃതാകുന്ന നെയ്യ് കടഞ്ഞെടുക്കുന്നത്. ആ നെയ്യാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. തത്വമസി പൊരുളായ അയ്യപ്പ വിഗ്രഹത്തിൽ ആടിയ നെയ്യ് അമൃതിന് സമാനമാകുന്നു എന്നാണ് സങ്കല്പം. നിവേദ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ രസം ഭഗവാൻ സ്വീകരിക്കുകയും നിവേദ്യം ഭക്തർ പ്രസാദമായി എടുക്കുകയും ചെയ്യുന്നതാണ് പൂജാസങ്കല്പം. അതുപോലെ നെയ്യഭിഷേകം ചെയ്യുമ്പോൾ നെയ്യിലെ ഭക്തിരസം ഭഗവാൻ സ്വീകരിക്കുകയും ഭഗവാന്റെ ചൈതന്യം നെയ്യിലേക്ക് പകരുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രസാദമായി നെയ്യ് സ്വീകരിക്കുന്ന ഭക്തർ അയ്യപ്പൻ്റെ ചൈതന്യം തന്നിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വര ചൈതന്യം നിറഞ്ഞ മനസ്സും ശരീരവും കൊണ്ട് സത്കർമ്മ നിരതരാകാൻ അഭിഷേകം ചെയ്ത നെയ്യ് സേവയിലൂടെ ഭക്തന് കഴിയുന്നു. അഭിഷേകം ചെയ്തു കിട്ടിയ നെയ്യ് പവിത്രവും ദിവ്യ ഔഷധവുമായി കരുതണം. മറ്റാവശ്യങ്ങൾക്കായി ആ നെയ്യ് ഉപയോഗിക്കാനും പാടില്ല. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ ഈശ്വരനിൽ നിർത്തണം. അങ്ങനെ കർമ്മം ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗി. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ക്രീഡാർത്ഥം സൃജസി പ്രപഞ്ചമഖിലം ക്രീഡാമൃഗാസ്തേ ജനാഃ യത് കർമാചരിതം മയാ ച ഭവത പ്രീത്यै ഭവത്യേവ തത് ശംഭോ സ്വസ്യ കുതൂഹലസ്യ കരണം മച്ചേഷ്ടിതം നിശ്ചിതം തസ്മാൻ മാമകരക്ഷണം പശുപതേ കർത്തവ്യമേവ ത്വയാ. ക്രീഡാർത്ഥം സൃജസി പ്രപഞ്ചമഖിലം ക്രീഡാമൃഗാസ്തേ ജനാഃ യത് കർമാചരിതം മയാ ച ഭവത പ്രീത്यै ഭവത്യേവ തത് ശംഭോ സ്വസ്യ കുതൂഹലസ്യ കരണം മച്ചേഷ്ടിതം നിശ്ചിതം തസ്മാൻ മാമകരക്ഷണം പശുപതേ കർത്തവ്യമേവ ത്വയാ. സന്ധ്യാദീപം. ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം.
ഞാൻ എന്താചരിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം നിന്റെ ഇച്ഛയാണ്. ഞാൻ എന്ത് ചെയ്യുന്നുവോ അത് നിന്റെ ആനന്ദത്തിൻ്റെ കരണമാണ്. അതുകൊണ്ട് എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ കർത്തവ്യമാണെന്ന് വിവരിക്കുന്ന ശിവാനന്ദലഹരിയിലെ 66-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 66-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഭക്തൻ്റെ പ്രഖ്യാപനമാണ്, എൻ്റെ രക്ഷണം നിന്നാൽ കർത്തവ്യമാണ്. താത്പര്യം നിൻ്റെ പണിയാണ് എന്നെ രക്ഷിക്കുക എന്നുള്ളത്. അവിടെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ല, നേരത്തെ പ്രാർത്ഥിച്ചു. ഈ തലത്തിൽ ഈശ്വരൻ്റെ കർത്തവ്യമാണ് ഭക്തരക്ഷണം. എന്തുകൊണ്ട്? നീ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ക്രീഡാർത്ഥം വിരചിക്കുന്നു, സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനാഹ, ഇവിടെ ജനങ്ങൾ എന്നുള്ളത് മനുഷ്യന്മാർ എന്ന് മാത്രമുള്ള അർത്ഥത്തിൽ എടുക്കരുത്. ജനി പ്രാദുർഭാവേ എന്നാണല്ലോ ധാതു. അപ്പം ജനിക്കുന്ന സകലവും, അത് ഏത് രീതിയിൽ ജനിച്ചാലും, കാരണം പ്രാണികളുടെ ജന്മം മൈഥുനി സൃഷ്ടിയിലൂടെ മാത്രമല്ല, വ്യത്യസ്ത പ്രകാരത്തിലാണ് പല ജീവരാശികളും വികസിക്കുന്നത്. അതേത് രീതിയിലായാലും പ്രാദുർഭവിക്കുന്നതൊക്കെ ജന്മമുള്ളവയാണ്. അത് കൊമ്പിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായാലും, വേരിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായാലും, ഇലയിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായാലും, സ്ത്രീ പുരുഷന്മാർ സംയോഗം ചെയ്തുണ്ടായാലും, ഏത് രീതിയിലായാലും പ്രാദുർഭവിക്കുന്നതൊക്കെ ജന്മമുള്ളവയാണ്. സകല ജനങ്ങളും ക്രീഡാമൃഗാഹ, നിൻ്റെ ക്രീഡാമൃഗങ്ങളാണ്. അതുകൊണ്ട് യത് കർമ്മ മയാ ആചരിതം, യാതൊരു കർമ്മം എന്നാൽ ആചരിക്കപ്പെട്ടുവോ ഭവതഃ പ്രീത്यै ഭവത്യൈവ തത്, അത് ഭവാന്റെ പ്രീതിക്കായിക്കൊണ്ട് തീരുക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? അവിടുത്തെ ഇച്ഛയില്ലെങ്കിൽ ഒരണു കണം പോലും സ്പന്ദിക്കില്ല. ഈ മഹാസമഷ്ടി പ്രപഞ്ചത്തിൽ ഒരണു കണത്തിൻ്റെ സ്പന്ദനം പോലും ആ ബോധമാകുന്ന അടിത്തറയിലാണ്. ആ ബോധസ്പന്ദനമില്ലെങ്കിൽ ഒരണുവിൻ്റെ സ്പന്ദനം പോകട്ടെ, ഒരാണവിക കണത്തിൻ്റെ സ്പന്ദനം പോലും നടപ്പില്ല. അപ്പോൾ ഞാൻ എന്താചരിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിലും നിൻ്റെ ഇച്ഛയാണ്. നീ ആകട്ടെ ക്രീഡാർത്ഥമാണ് ഈ പ്രപഞ്ചരചന ചെയ്യുന്നത്. അപ്പോഴോ ക്രീഡ എപ്പോഴും പ്രീതിക്കായിക്കൊണ്ടാണല്ലോ. അങ്ങനെ ചേർത്ത് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ, എന്ത് ചെയ്യുന്നുണ്ടോ, അതെല്ലാം നിൻ്റെ പ്രീതിക്കായിക്കൊണ്ടായി ഭവിക്കുന്നു. അപ്പോൾ അവിടെ ചോദ്യം വരാം, അപ്പോൾ ഓരോ വ്യക്തിയും അവനവൻ്റെ പ്രീതിക്ക് അവനവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യുന്നതോ? മറുപടി, ഈ പ്രപഞ്ച മഹാനാടകത്തിലെ ഭാഗങ്ങളാണതെല്ലാം. അത് പറയുന്നു, ശംഭോ സ്വസ്യ കുതൂഹലസ്യ കരണം മച്ചേഷ്ഠിതം നിശ്ചിതം. ഹേ ശംഭോ, ശം സുഖം ആനന്ദം ഭാവയതീതി ശംഭു. സുഖത്തെ ആനന്ദത്തെ ഭവിപ്പിക്കുന്നവൻ ഉണ്ടാക്കുന്നവനാരോ അവനാണ് ശംഭു. ഹേ ശംഭോ, സ്വസ്യ കുതൂഹലസ്യ കരണം മച്ചേഷ്ഠിതം. അവിടെ സ്വസ്യ, സ്വസ്യ എന്ന് പറഞ്ഞാൽ തൻ്റെ. ഇവിടെ തൻ്റെ എന്നുള്ളത് രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാം. ഒന്ന്, എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്നു എന്നുള്ളത് പറഞ്ഞ സ്ഥിതിക്ക് സ്വസ്യ എന്നുള്ളതിന് ഈശ്വരൻ്റെ എന്ന് അർത്ഥം എടുക്കാം.
എന്നാൽ ഇവിടെ താൻ ചെയ്യുന്ന കർമ്മത്തെ പറയുന്ന ഭാഗമായതുകൊണ്ട് തൻ്റെ എന്നും അർത്ഥമെടുക്കാം. അപ്പോൾ സ്വസ്യ കുതൂഹലസ്യ കരണം, തൻ്റെ കുതൂഹലത്തിൻ്റെ, കുതൂഹലം കൗതുകത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അപ്പോൾ സന്തോഷവും സുഖവും കണ്ടെത്താനുള്ള ത്വര, ആ സന്തോഷത്തിൻ്റെ കരണം. കരണം എന്നുള്ളതിന് ഇപ്പോൾ സാമാന്യാർത്ഥത്തിൽ എന്തിനെക്കൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത് അത് കരണം എന്ന് നമുക്ക് പറയാം. ഇനി അത് തന്നെ നമ്മൾ ന്യായവൈശേഷിക പക്ഷങ്ങളിലേക്ക് അഥവാ തർക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അസാധാരണം കാരണം എന്നാണ് കരണത്തിൻ്റെ അർത്ഥം. ഒരു കാര്യത്തിൻ്റെ ആവിർഭാവത്തിന് അല്ലെങ്കിൽ കാര്യത്തിൻ്റെ നിർമ്മിതിക്ക് അസാധാരണമായ കാരണം എന്താണോ അതാണ് കരണം. ഇപ്പോൾ ചോറ് ഉണ്ടാക്കുന്നു എന്നുള്ള വിഷയത്തിൽ അരിയാണ് കരണം. വെള്ളം, പാത്രം, അഗ്നി അഥവാ ചൂട് ഒക്കെ അവിടെ കാരണങ്ങളാണ്. പക്ഷെ കരണമല്ല. കാരണം അത് സാധാരണമാണ്, അത് അസാധാരണമല്ല. കറി ഉണ്ടാക്കാനും അതൊക്കെ വേണം. പക്ഷെ ചോറിന് അസാധാരണ കാരണം അരിയാണ്, മറ്റതെല്ലാം സാധാരണമാണ്. അപ്പം അതുപോലെ ഈ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ കരണമാണ് തൻ്റെ പ്രവൃത്തികൾ. മച്ചേഷ്ടിതം, നിശ്ചിതം, ഇതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എൻ്റെ കുതൂഹലത്തിനായിക്കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഭഗവാനെ അവിടുത്തെ മഹാരചനയുടെ ഭാഗമാണത്. അഥവാ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അത് നിൻ്റെ ആനന്ദത്തിൻ്റെ കരണമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാം നിൻ്റേതായതുകൊണ്ട് എന്നെ സംരക്ഷിക്കുക എന്നുള്ളത് നിൻ്റെ കർത്തവ്യമാണ്. അതാണ് പറയുന്നത്, മാമകരക്ഷണം ത്വയാ കർത്തവ്യമേവോ, എൻ്റെ രക്ഷണം നിന്നാൽ കർത്തവ്യമാണ് എന്ന് ഉറപ്പിച്ച് പറയുക ചെയ്യണം. ഇതാണ് ഭക്തൻ്റെ നിശ്ചിത ഭാവം. ഈശ്വര ഭിന്നമായിട്ടൊന്നും കാണുന്നില്ല, നല്ലതോ ചീത്തയോ എന്നൊന്നും വ്യത്യാസമില്ല, എല്ലാം ഈശ്വരാധീനം എന്നുള്ള ബോധത്തോടു കൂടി അവൻ കഴിയുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും ഐതിഹ്യങ്ങളും മറ്റും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് ബാലുശ്ശേരിക്കോട്ട വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രം. കേരളത്തിലെ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമെന്നും ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ഭക്തർ വിശ്വസിച്ചു പോരുന്ന ഒരു ക്ഷേത്രമത്രേ ബാലുശ്ശേരിക്കോട്ട വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രം. ഭഗവാൻ ശ്രീ പരമേശ്വരന് പാർവതി ദേവിയിലുണ്ടായ പുത്രനാണ് വേട്ടയ്ക്കുരുമകൻ. ഭഗവാൻ ശ്രീ പരമേശ്വരൻ കിരാതാകൃതി സ്വീകരിച്ചപ്പോൾ പാർവതിയും കാട്ടാള സ്ത്രീയുടെ വേഷം കൈക്കൊണ്ട് ഭർത്താവിനെ അനുഗമിച്ചു. അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചതിന് ശേഷം അവർ കുറെ കാലം കൂടി വനചാരികളായി കഴിയുന്ന കാലത്ത് പാർവതി പരമേശ്വരന്മാർക്ക് അതിതേജസ്വിയായ ഒരു പുത്രൻ ജനിക്കുകയുണ്ടായി. ആ ദിവ്യമൂർത്തിയത്രേ വേട്ടയ്ക്കുരുമകൻ. വേട്ടയ്ക്കുരുമകൻ സ്വാമിക്ക് ജന്മം നൽകിയതിനു ശേഷം തങ്ങളുടെ പുത്രനെ 3 ലോകത്തിലും ആർക്കും ജയിക്കാൻ കഴിയാതാവട്ടെ എന്നനുഗ്രഹിച്ച് ശിവപാർവതിമാർ കാട്ടിൽ നിന്നും യാത്രയായി. ശിവപാർവതിമാർ പോയതിനു ശേഷം കുട്ടിയുടെ കരച്ചിൽ കേട്ട് കാട്ടാളന്മാർ എത്തുകയും അവർ ആ കുട്ടിയെ എടുത്തു വളർത്തുകയും ചെയ്തു. അവർ തങ്ങളുടെ അസ്ത്രവിദ്യ ആ കുട്ടിയെ പഠിപ്പിക്കുകയും താമസിയാതെ കുട്ടി ആ വിദ്യയിൽ അഗ്രഗണ്യനും അജയ്യനുമായി തീരുകയും ചെയ്തു. കാടായ കാടുകളെല്ലാം വേട്ടയാടി നടന്ന അവൻ
താമസിയാതെ നാട്ടിലേക്കും പ്രവേശിച്ചു. അങ്ങനെ നാട്ടിലെ രാജാക്കന്മാർക്കും ജനങ്ങൾക്കും ദേവന്മാർക്കുമെല്ലാം ഈ കുട്ടി ഒരു വലിയ ഭീഷണിയായി തീർന്നു. രക്ഷാമാർഗം തേടിയ അവർ ഒടുവിൽ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ച് വേട്ടയ്ക്കൊരു മകന്റെ ശക്തി ആർക്കും തടുക്കുവാൻ സാധ്യമല്ലെന്നും അതിനാൽ ഉടൻ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നും അപേക്ഷിച്ചു. രാജാക്കന്മാരുടെയും ജനങ്ങളുടെയും പരാതി ഗ്രഹിച്ച മഹാവിഷ്ണു അതിനൊരു പരിഹാരം കണ്ടെത്താമെന്ന് ഉറപ്പു നൽകി. ശേഷം മഹാവിഷ്ണു ഒരു പൊൻചുരുക്കിയുമായി ബ്രാഹ്മണ വേഷത്തിൽ വേട്ടയ്ക്കൊരു മകനെ സമീപിച്ചു. ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കെ വിഷ്ണുവിന്റെ കൈവശമുണ്ടായിരുന്ന പൊൻചുരുക്കയിൽ വേട്ടയ്ക്കൊരു മകന് ആഗ്രഹം ജനിച്ചു. അത് തനിക്ക് നൽകണമെന്നും പകരമായി എന്തും നൽകാമെന്നും വേട്ടയ്ക്കൊരു മകൻ പറയുകയുണ്ടായി. എന്നാൽ ബ്രാഹ്മണ വേഷധാരിയായ മഹാവിഷ്ണുവാകട്ടെ ഓരോരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ബാലന്റെ കമ്പം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നതേയുള്ളൂ. ഒടുവിൽ തനിക്കത് കിട്ടിയേ തീരൂ എന്ന് ബാലൻ വാശി പിടിക്കവേ ബ്രാഹ്മണൻ ആ പൊൻചുരിക ബാലന് നൽകാൻ തയ്യാറായി. ചുരിക ലഭിച്ചാൽ ഒരു കാലത്തും അത് നിലം തൊഴിക്കുകയില്ലെന്ന സത്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണൻ ബാലന് ചുരിക നൽകാൻ തയ്യാറായത്. സത്യം ചെയ്ത് ബ്രാഹ്മണന്റെ കൈവശം വരുന്ന പൊൻചുരിക ബാലൻ കൈവശപ്പെടുത്തി. വില്ലും അമ്പും കൂടി ഇടതു കൈയിൽ പിടിച്ച് വലതു കൈയിലാണ് ചുരിക വാങ്ങിയത്. ഈ സമയം മഹാവിഷ്ണു സ്വന്തം രൂപം പ്രാപിച്ച് കിരാതസൂനുവായ കുമാരനോട് താൻ കുമാരന്റെ പിതാവിന്റെ ആത്മമിത്രമാണെന്നും ഇനി വില്ല് കുലയ്ക്കുകയില്ലെന്ന സത്യം പാലിക്കാനും കുസൃതികൾ കാട്ടി ഭക്തന്മാരെയും സാധുക്കളെയും ഭയപ്പെടുത്താതെ ലോകോപകാരാർത്ഥം ജീവിക്കുവാനും കൈലാസത്തിലെത്തി മാതാപിതാക്കളുടെ അനുഗ്രഹം നേടി പരശുരാമ പ്രതിഷ്ഠിതമായ കേരള ഭൂമിയിലെത്തി ശിഷ്ടജന പാലനവും ദുഷ്ടജന നിഗ്രഹവും നടത്തുവാനും അങ്ങനെ കേരളത്തിലുള്ളവർ അദ്ദേഹത്തെ ബഹുമാനിച്ച് ആരാധിക്കുമെന്നും പറഞ്ഞു. അതിൻ പ്രകാരം ശിവപാർവതിമാരുടെ അനുമതിയോടുകൂടി വേട്ടയ്ക്കൊരു മകൻ മലകളും പർവ്വതങ്ങളും വനങ്ങളും പുഴകളും താണ്ടി വയനാട്ടിലെ നമ്പുമലക്കോട്ടയിലെത്തി. പിന്നീട് കേരളക്കര മുഴുവൻ കാണാനായി സഞ്ചരിച്ച സ്വാമിയെ എല്ലായിടവും ഭക്തർ ബഹുമാനിച്ച് പൂജിച്ചു പോരുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ പനങ്ങാട് പഞ്ചായത്തിലാണ് ചിരപുരാതനവും പരമപവിത്രവുമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാമൂതിരി കോവിലകത്തേക്ക് വേട്ടയ്ക്കൊരു മകനെ കുടിയിരുത്തുവാൻ ഒരു കാരണമുള്ളതായി പറഞ്ഞു കേൾക്കുന്നു. ഒരിക്കൽ വള്ളുവ കോനാതിരിയുമായുള്ള യുദ്ധത്തിൽ സാമൂതിരിപ്പട തോൽക്കും എന്ന ഘട്ടം വന്നു. തോൽവിയിൽ നിന്നും രക്ഷ നേടുവാൻ മാർഗം അന്വേഷിച്ചുകൊണ്ട് സാമൂതിരി ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ അരികിലെത്തി. മനയിലെ വേട്ടയ്ക്കൊരു മകന് നെയ്വിളക്കും പൂജയും കഴിച്ചു പോകാൻ തമ്പ്രാക്കൾ പറഞ്ഞു. സാമൂതിരി അത് യഥാവിധി നടത്തി തിരിച്ചു പോവുകയുണ്ടായി. തുടർന്ന് നടന്ന യുദ്ധത്തിൽ സാമൂതിരി വിജയിച്ചു. തന്നെ വിജയിപ്പിച്ചത് വേട്ടയ്ക്കൊരു മകനാണെന്ന് മനസ്സിലാക്കിയ സാമൂതിരി തമ്പ്രാക്കളുടെ അടുത്തെത്തി തന്റെ ദേശത്തിന് കാവലായി വേട്ടയ്ക്കൊരു മകന്റെ ചൈതന്യം വേണം എന്നാവശ്യപ്പെട്ടു. ഇതിൻ പ്രകാരം തമ്പ്രാക്കൾ മനയിലെ വേട്ടയ്ക്കൊരു മകന്റെ ചൈതന്യത്തെ കോട്ടയ്ക്കൽ കോവിലകത്തേക്ക് കുടിയിരുത്തി. ഇതോടുകൂടി സാമൂതിരിയുടെ ഭരദേവതയായ വളയനാട് ഭഗവതിക്കൊപ്പം വേട്ടയ്ക്കൊരു മകനും സ്ഥാനം ലഭിച്ചു. ഇവിടുത്തെ വേട്ടയ്ക്കൊരു മകന്റെ അത്ഭുത സിദ്ധികൾ വെളിപ്പെടുത്തുന്ന ധാരാളം ഐതിഹ്യങ്ങളും അനുഭവ കഥകളും ഭക്തർക്കിടയിൽ നിലനിൽക്കുന്നു. പടിഞ്ഞാറേക്ക് ദർശനമായാണ് ഇവിടെ വേട്ടയ്ക്കൊരു മകൻ സാന്നിധ്യമരുളുന്നത്. പീലിത്തിരുമുടി, വീരരൗദ്രഭാവം, തിളങ്ങുന്ന കണ്ണുകൾ, മനോഹരമായ കുണ്ഡലങ്ങൾ, കറുത്ത് നിബിഡമായ താടി, വിരിഞ്ഞ മാറിൽ പരിലസിക്കുന്ന മാലകൾ, ദീർഘബാഹുക്കൾ, ഇടം കൈയിൽ അമ്പും വില്ലും, നീല പൂഞ്ചേല ധരിച്ച മേഘവർണ്ണ രൂപനും കാട്ടാള വേഷധാരിയുമായാണ് വേട്ടയ്ക്കൊരു മകനെക്കുറിച്ചുള്ള വർണ്ണനകൾ. ഉച്ചപൂജയ്ക്കാണ് ബാലുശ്ശേരിക്കോട്ടയിൽ പ്രാധാന്യം. പരദേവതയ്ക്ക് പതിവായി രാവിലെ മലരി, ത്രിമധുരം എന്നിവ നേദിക്കുന്നു. വേട്ടയ്ക്കൊരു മകന് ഉഷപൂജ നമ്പുമലക്കോട്ടയിലും ഉച്ചപൂജ ഇവിടെയുമാണ് നടത്താറുള്ളത്. ഇവിടെ ഉച്ചപൂജ തൊഴുതാൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്നും
അഭീഷ്ടങ്ങൾ സിദ്ധിക്കുമെന്നുമാണ് വിശ്വാസം. കൂട്ടും പാട്ടും അപ്പവും ചതുശതം പായസവും വേട്ടയ്ക്കൊരു മകന് ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ്. ഭക്തന്മാർ ഇവിടെ എത്തി തങ്ങളുടെ കാര്യസാധ്യത്തിനായി ഇത്തരം വഴിപാടുകൾ നടത്തിവരുന്നു. 6.25 ഇടങ്ങഴി അരി, 101 പലം ശർക്കര, 101 തേങ്ങ, 101 കദളിപ്പഴം, നെയ്യ്, ചുക്കും ജീരകവും പൊടിച്ചത് എന്നിവ ചേർത്തുണ്ടാക്കി ഭഗവാന് നേദിക്കുന്നതത്രേ ചതുശതം. ബാലുശ്ശേരി കോട്ടയിൽ പരദേവതയ്ക്ക് പുറമെ ഭഗവതി, ശാസ്താവ്, ശിവൻ എന്നീ ദേവന്മാരുടെ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും കുടികൊള്ളുന്നു. കോട്ടവക ശിവക്ഷേത്രം ക്ഷേത്രത്തിന് കുറച്ചകലെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്തു വരുന്നു. ഇവിടെ മീനമാസത്തിൽ 7 ദിവസത്തെ ഉത്സവവും കുംഭമാസത്തിൽ ശിവരാത്രിയും വിപുലമായി ആഘോഷിച്ചു വരുന്നു. വർഷം തോറും ധനു 26-ന് കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുന്ന പാട്ടുത്സവമാണ് ബാലുശ്ശേരി കോട്ട വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം. നമസ്കാരപ്പട്ടരടക്കമുള്ള പരദേശ ബ്രാഹ്മണരാണ് കൊടി ഉയർത്തുന്നത്. പല സവിശേഷതകളും ഉൾക്കൊള്ളുന്നതത്രേ ഇവിടുത്തെ പാട്ടുത്സവം. പാട്ടു ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറക്കുമ്പോഴുള്ള ഭഗവത് ദർശനം മറക്കാനാവാത്ത ഒരനുഭൂതിയത്രേ. ഉച്ചപൂജയ്ക്ക് ശേഷം തിരുമുൻപിൽ വെച്ച് പാരമ്പര്യ ട്രസ്റ്റി അടിയന്തരക്കാരനായ കുറുപ്പിന് കൊടിക്കൂറ് നൽകുന്നു. അതിനെ തുടർന്ന് കുറുപ്പ്, നന്തുണി, ഇലത്താളം എന്നീ ഉപകരണങ്ങളോട് കൂടി പാട്ട് ആരംഭിക്കുന്നു. ബാലുശ്ശേരി കോട്ടയിലെ പാട്ടുത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു ചടങ്ങത്രേ നാളികേരമെറിയൽ. സാധാരണ പാട്ടിന് 1000 നാളികേരം എറിയുമ്പോൾ 12,000 കൂടിയ പാട്ടിന് 12,000 നാളികേരം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എറിഞ്ഞുടയ്ക്കുന്നു. ആത്മാർത്ഥമായ ഭക്തിയും ഉപാസനയോടും കൂടി നടത്തപ്പെടുന്ന ഒരു ചടങ്ങത്രേ നാളികേരമെറിയൽ. വിവിധ ചടങ്ങുകളോടെയുള്ള നാളികേരമേറ് കഴിഞ്ഞ് കോമരം കളത്തിൽ എഴുന്നള്ളി കുറുപ്പിന്റെ പാട്ടോടുകൂടി 2 തവണ പീഠത്തിലിരുന്ന് പീഠം നീക്കുന്നു. അതിനുശേഷം കളത്തിൽ ചാടി വീണ് നൃത്തം കലാശിപ്പിച്ച് പുറത്തു വന്ന് അരുളപ്പാട് നടത്തുന്നു. തിരുമുഖത്തുള്ള കളപ്പൊടി പ്രസാദമായി ഭക്തജനങ്ങൾക്ക് നൽകിയതിനു ശേഷം കോമരം തിരുവായുധം എഴുന്നള്ളിച്ച് നടയിൽ സമർപ്പിക്കുന്നു. പിറ്റേ ദിവസം രാജാവിൻ്റെയും ദേവന്മാരുടെയും അനുവാദത്തോടെ കൊടിക്കൂറ വലിച്ച് ഉടമസ്ഥനെ ഏൽപ്പിക്കുന്നതോടെ വൈവിധ്യമാർന്ന പാട്ടുത്സവത്തിന് പരിസമാപ്തിയാകുന്നു. അഷ്ടൈശ്വര്യങ്ങൾ നൽകിയും രക്ഷാകവചം തീർത്തും അത്യുഗ്രശക്തിയോടെ നിലകൊള്ളുകയാണ് ബാലുശ്ശേരി കോട്ടയിൽ വേട്ടയ്ക്കൊരു മകൻ.